ചൂരൽമല പുനരധിവാസം വൈകുന്നതിൽ ജനശബ്ദം ആക്ഷൻ കമ്മിറ്റിയുടെ കുടിൽ കെട്ടിയുള്ള സമരത്തിനിടെ പ്രതിഷേധമുണ്ടായിരിക്കുകയാണ്. ആ പ്രതിഷേധ സ്ഥലത്തേക്ക് സർക്കാർ പറഞ്ഞ ഉറപ്പുകൾ പാലിക്കുക എന്ന് മാത്രമുള്ളൂ. സർക്കാർ ഞങ്ങളോട് പറഞ്ഞ ഞങ്ങൾക്ക് വേണ്ടി പണപ്പിരിവ് നടത്തുമ്പോ പറഞ്ഞ കാര്യങ്ങൾ പാലിക്കുക എന്ന് മാത്രമുള്ളൂ. പണം കയ്യിലാവുന്നത് വരെ സർക്കാർ പറഞ്ഞു 10 സെന്റ് ഭൂമി, വീട് എല്ലാം പറഞ്ഞു. പക്ഷെ ഇപ്പോഴോ 5 സെന്റാക്കി. മാത്രമാണോ 16 പേര് ഞങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയ മക്കളുണ്ട്, ഒറ്റക്കായിട്ടുള്ള മക്കളുണ്ട്. അവർക്ക് ജോലി നൽകണമെന്ന് പറഞ്ഞു. കൊടുത്തില്ല. പോലീസ് കടത്തിവിടില്ല എന്ന് പറഞ്ഞു. എന്താ നിങ്ങളുടെ അടുത്ത തീരുമാനം? അല്ല, ഞങ്ങളുടെ തീരുമാനം ഞങ്ങളുടെ ഭൂമിയിലേക്ക് പോകും. ഞങ്ങളുടെ ഭൂമിയിലേക്ക് പോകും. പോലീസുകാർ ഞങ്ങളോട് സഹകരിക്കണം എന്ന് പറഞ്ഞു. നിങ്ങൾക്കില്ല ഭാര്യയും മക്കളും കുട്ടികളും. പിന്നാലെയാണ് ഇവിടെ 2ാം ഘട്ട പട്ടിക വന്നത്. ആ പട്ടികയിലും ഒരുപാട് പേര് അതിന്റെ പേര് പട്ടിക എന്നാണോ? അതിന്റെ പേര് പട്ടിക എന്നല്ല. ചില ഉദ്യോഗസ്ഥന്മാർ വീട്ടിലിരുന്ന് ഉണ്ടാക്കിയ ലിസ്റ്റ് എന്ന് പറയാം. അതിന്റെ പേര് പട്ടികയല്ല. എന്തെങ്കിലും യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയാണോ പട്ടിക ഉണ്ടാക്കിയിട്ടുള്ളത്? നിങ്ങളത് പഠിക്കത്, നിങ്ങൾ മനസ്സിലാക്ക്. ഒരു യാഥാർത്ഥ്യ ബോധവും ഇല്ലാതെ ഇവർക്ക് താല്പര്യമുള്ള ആളുകളെ കുത്തിത്തിരിക. ഒരേ വാർഡിൽ 2 വാർഡിൽ ഒരാൾക്ക് വീട് നോക്കി. നിങ്ങൾ 17 പേര് പെട്ടിട്ടില്ല. അതായത് 1ാം ലിസ്റ്റിൽ അർഹരായിട്ട് പെടാൻ അർഹതയുള്ള 17 പേര് ഈ ലിസ്റ്റിൽ പെട്ടിട്ടില്ല. 17 പേര്. ഞങ്ങൾക്ക് ഇവിടെ അസീസ് ഇവിടെ ഉണ്ടോ? പുനരധിവാസത്തിനുള്ള കരട് പട്ടികയിൽ അപാകതകൾ ഉണ്ട് എന്നുള്ളതാണ് ഇവരുടെ ആക്ഷേപം. നാളെ കളക്ട്രേറ്റിന് മുന്നിൽ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ഉപവാസ സമരം ആരംഭിക്കാനിരിക്കെയാണ് ഇന്ന് അവിടെ പ്രതിഷേധം നടക്കുന്നത്. നമ്മൾ എന്റെ മോന്റെ വീടിന്റെ മുകളിൽ നിന്ന് കണ്ട് ഞങ്ങളെല്ലാം ലൈവായി കണ്ട മനുഷ്യനാണ് മുണ്ടക്കായിക്ക് ജനവാസം അല്ലാന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കൊണ്ട് ഇനിയും കുറയ്ക്ക് കൊടുക്കാനാണ് സർക്കാർ തീരുമാനിക്കണേ. അവിടെ ജനവാസം അല്ലാന്ന് പറഞ്ഞതാ. ഇനിയും പോയി അവിടെ താമസിക്കണം എന്ന് പറയുന്നത് ശരിയാണോ? ശരിയാണോ അത്? എല്ലാം പോയതാ. രക്ഷാപ്രവർത്തനം നടത്തിയ ജീവൻ നഷ്ടപ്പെട്ട ശരത്തിന്റെ അച്ഛനും അമ്മയാണിത്. ഇവരുടെ പേര് ലിസ്റ്റിലില്ല. ഇവരുടെ പേര് നോക്ക് നിങ്ങളെ. ആളുകളെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ കൊടുത്ത ഒരേ ഒരു മകനാണ് നഷ്ടപ്പെട്ടവർക്ക്. എന്റെ മകൻ ഞങ്ങളെ കൊണ്ടുവന്നിട്ട് ചൂരമല ഹോസ്പിറ്റലിൽ കൊണ്ട് സെറ്റിലാക്കിയിട്ട് വെള്ളം പറഞ്ഞിട്ട് കൂടുതൽ വെള്ളം വന്നപ്പോൾ നോക്കാൻ വേണ്ടി പോയ മോനാണ്. 2ാമത് തിരിച്ചു വന്നിട്ടില്ല. ഒരുപാട് ആൾക്കാരെ രക്ഷപ്പെടുത്തി. എന്റെ മകൻ ലാസ്റ്റ് അവസാനം എന്റെ മകൻ ഇല്ലാതായിപ്പോയി. നമ്മൾ 2 പേര് ഭാര്യ ഭർത്താവിന് ഞങ്ങൾക്ക് 2 ആൾക്കും ഒരു മകൻ ഉണ്ടായിരുന്നു. ആ മകനും കൂടി കൈയിട്ട് പോയി. അതുകൊണ്ട് ലിസ്റ്റിലെ പേരില്ല. 2ാമത് ലിസ്റ്റിൽ പേര് വരുമെന്ന് പറഞ്ഞു. അത് വന്നിട്ടില്ല. ഇത് എന്താണ്? ഇത് എന്തോ ഒരു കളിയാണ്. നമുക്കൊന്നും അറിയില്ല സാറേ. വീട് ആകെ ഒരു വെള്ളം കയറി ഞങ്ങൾ താമസിച്ച വീട് മൊത്തം തമർന്നു പോയി. പാടിയില്ല തമർന്നു പോയത്. ഒരു മോനാണ്. രജീഷിന്റെ കൂടെയാണ് ഞങ്ങൾ മോന് പോയിട്ട് ഞങ്ങൾക്ക് ഒരു അനുകൂല്യം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങൾ ഒരു പേരും അതിൽ വന്നിട്ടില്ല, ഒന്നുമില്ല. ഞങ്ങളെ മോനെ ശരിക്കും അറിഞ്ഞിട്ടുമില്ല. ഞങ്ങളെ മോനും അങ്ങനെയാണ് പോയത്. സർക്കാർ സഹായം ഒന്നും ആദ്യം കിട്ടിക്കൊണ്ടിരുന്ന പൊണ്ണി കിട്ടാനില്ല. ഈ 300 രൂപ തോതിൽ വെച്ച് കിട്ടിക്കൊണ്ടിരുന്നു. 3 മാസം കിട്ടിക്കൊണ്ടിരുന്നു. ഇപ്പൊ 2ാമത് അത് നിർത്തിലാക്കിയിരിക്കുകയാണ്. അവന് ഞങ്ങൾ ഒരു പ്രതീക്ഷയോടെ കൂടി ഇരുന്നതായിരുന്നു. അവനും പോയി. ഞങ്ങളെ കൈവിട്ടു. ഞങ്ങളുടെ ഈ നാട്ടുകാർ 1 2 ഉദാഹരണം മാത്രമേ ഉള്ളൂ. ഇതാണ് ഞങ്ങളുടെ അവസ്ഥ. 1011 വീട് കൊടുക്കാമെന്ന് പറഞ്ഞ് സന്നദ്ധ സംഘടനകൾ വന്നിട്ടുണ്ടായിരുന്നു. 1011 വീട് കൊടുക്കാമെന്ന് മുഖ്യമന്ത്രി 38 സംഘടനകളെ വിളിച്ചു വരുത്തി. അദ്ദേഹം യോഗം ചേർന്നു. ആ 38 സംഘടനകൾ 1011 വീട് നൽകാമെന്ന് പറഞ്ഞു. 1011 വീട് എന്തുകൊണ്ട് മുഖ്യമന്ത്രി എന്താ ചെയ്യുന്നത് നിങ്ങൾക്കറിയോ? ഈ 1011 ആളുകളോടും 30 ലക്ഷം രൂപ വെച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് അടക്കാനാണ് പറയുന്നത്. അപ്പൊ ഇനി എന്താ ചെയ്യാ? ബാക്കി എത്രയും വീട് കുറച്ചിട്ട് ബാക്കി പൈസ മുഖ്യമന്ത്രിക്ക് അവരുടെ സൗകര്യപ്രദം ചെലവാക്കാം. വകമാറ്റി ചെലവാക്കി. ഇതിന് ഓഡിറ്റ് പോലും ഇല്ലാത്ത പൈസയാ. ഇതിന് മുഖ്യമന്ത്രിയുടെ സൗകര്യപ്രദമായി ആ പണം വകമാറ്റി ചെലവഴിക്കാം. മുഖ്യമന്ത്രിയാണ് ചീഫ് സെക്രട്ടറി ഞങ്ങളോട് പറഞ്ഞ 1024 വീട് നൽകുന്നത്. 1500 കുടുംബങ്ങളെ പുനരധിവസിക്കുന്ന മന്ത്രി പറഞ്ഞത് ശ്രീ രാജൻ. അദ്ദേഹത്തിന്റെ പേപ്പർ കട്ടിങ് ഞങ്ങളെടുത്തുണ്ട്. ഇത്തരത്തില് അതുപോലെ മുഖ്യമന്ത്രി മറ്റൊന്ന് പറഞ്ഞിരുന്നു. 10, 11, 12 വാർഡിലെ മുഴുവൻ ആളുകളുടെയും ലോൺ എഴുതി തള്ളുന്നത് പരിഗണനയിലാണ്. ഞങ്ങൾ കേന്ദ്ര സർക്കാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന്. അപ്പോൾ ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ. ഞങ്ങൾക്ക് വേണ്ടി 800 കോടി രൂപ പിരിച്ചിട്ട്
അതിൽ നിന്ന് വെറും 250 കോടി രൂപ മുടക്കിയാൽ മതി, വേറൊന്നും വേണ്ട. കാരണം വീട് നൽകാൻ 1014 നിലവിൽ റെഡിയാ. അപ്പൊ 200 കോടി രൂപ ചെലവാക്കി ഞങ്ങൾ 1000 ആളുകളെ 1500 ആളുകളെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഭൂമി വാങ്ങിയാൽ മതി സർക്കാർ. അതും നികുതി പണത്തിൽ നിന്ന് വേണ്ട, ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി തന്ന പണത്തിൽ നിന്ന് മതി. അത് കെട്ടിപ്പിടിച്ചിരിക്കുന്നത് എന്തിനാ മുഖ്യമന്ത്രി? എന്തിനാ കെട്ടിപ്പിടിച്ച്? മുഖ്യമന്ത്രി ചെലവഴിക്കട്ടെ, എന്നാൽ കേന്ദ്രം തരുന്ന കേന്ദ്രം പറയുന്നത് അതൊരു ശരിയായതല്ലേ? ഞങ്ങൾ കേന്ദ്രത്തിന്റെ ആളുകളല്ല. ഞങ്ങൾ ആ കേന്ദ്രവുമായി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വന്നപ്പോൾ സന്തോഷിക്കുന്ന ആളുകളാ. പക്ഷെ കേന്ദ്രത്തിൽ ഞങ്ങൾ പോകും. മുഖ്യമന്ത്രി പാക്കേജ് പ്രഖ്യാപിക്കാമെന്ന് പറഞ്ഞിട്ട് എന്നൊരു വാഗ്ദാനമൊക്കെ ഉണ്ടായിരുന്നു. ഇല്ല, കേന്ദ്രം L3 പാക്കേജ് L3 പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓൾറെഡി L3 കാറ്റഗറിയിൽ നമ്മുടെ ദുരന്തത്തെ പെടുത്തിയിട്ടുണ്ട്. പക്ഷെ സഹായം കിട്ടിയിട്ടില്ലെങ്കിൽ ഇതിലധികം ആളുകൾ കേന്ദ്ര സർക്കാർ ഓഫീസുകളിലും പോകും, സമരം നടത്തും, തർക്കമില്ല. പക്ഷെ അവർ കോടതി പറഞ്ഞൊരു വാക്കുണ്ട്. എന്താ പറഞ്ഞത്? സംസ്ഥാന സർക്കാർ പണം ചെലവഴിക്കട്ടെ, അതിനാ തോതിനനുസരിച്ച് തരും എന്ന് പറയുന്നത്. എന്താ ചെലവഴിക്കാൻ മതി? ഭൂമി ഇതുവരെ എടുത്തിട്ടില്ല, ഒരു സെന്റ് ഭൂമി എടുത്തിട്ടില്ല. അവർ കേസിന് പോവുക. അതുപോലെ തന്നെ ഇതിൽ ഒരു കാര്യം കൂടി, ഗവൺമെന്റ് ഒരു വീടിന് 30 ലക്ഷം രൂപ കണക്കാക്കുന്നു. ഇവിടെ ഭൂരിപക്ഷ ആളുകൾക്കും ഗവൺമെന്റിന്റെ പുനരധിവാസത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഭൂരിപക്ഷ ആളുകളും സ്വന്തം നിലയ്ക്ക് കണ്ടെത്തിക്കോളാം പുനരധിവാസം എന്ന് പറയുന്നു. പക്ഷെ ഗവൺമെന്റ് പറയുന്നത് 15 ലക്ഷം രൂപയോ കൊടുക്കുള്ളൂ. ഞങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നീതി നിഷേധം? ഞങ്ങൾക്ക് നോക്കൂ, 30 ലക്ഷം രൂപ സന്നദ്ധ സംഘടനകളോട് ആവശ്യപ്പെടുന്നു. ഭൂമിയുടെ വില വേറെയും, ഈ 30 ലക്ഷവും ഭൂമിക്ക് വില വരുന്ന പണവും കൊടുത്തുകൊണ്ട് ആളുകൾക്ക് സ്വന്തം നിലയ്ക്ക് പുനരധിവാസം കണ്ടെത്താൻ സാധ്യതയുള്ള അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത് കൊടുക്കണ്ടേ? അതല്ലേ നീതി? ഗവൺമെന്റ് ഈ ദുരിതബാധിതരെ ഉപയോഗിച്ചുകൊണ്ട് ഖജനാവ് നിറയ്ക്കുന്ന ഒരു സമീപനമാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. കൃത്യമായിട്ടും നോക്കൂ, അതുപോലെ തന്നെ ഞങ്ങൾ ലോണുകൾ എഴുതിത്താൻ 15 കോടി രൂപ മതി. 15 കോടി രൂപ CMDRFിലേക്ക് 722 കോടി രൂപ ഇന്നലെ വരെ കിട്ടിയിട്ടുണ്ട്. ആ 700 കോടി കയ്യിൽ വെച്ചിട്ട് കേവലം 15 കോടി രൂപ ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച് ഞങ്ങൾ ലോൺ ഇല്ലാതാകും. ഇപ്പൊ മറ്റൊരു കാര്യം പറയട്ടെ, ഞങ്ങളുടെ സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകളെ പോലീസ് ഏമാന്മാർ വഴിയിൽ ബസ് തടഞ്ഞിട്ടിരിക്കുക. സമരത്തിൽ ആളുകൾ പങ്കെടുക്കരുതെന്ന് കരുതി വഴിയിൽ സമരത്തിന് വരുന്ന ആളുകളെ തടഞ്ഞു വെച്ചിരിക്കുക. ആരോടായി കാണിക്കുന്നത് പോലീസ് ഏമാന്മാർ? ദുരന്തബാധിതരോടാ. ഞങ്ങൾ രാഷ്ട്രീയക്കാരല്ല, ഞങ്ങൾക്കൊക്കെ രാഷ്ട്രീയമുണ്ട്, പക്ഷെ രാഷ്ട്രീയ സമരമല്ല. സമരത്തിന് ഞങ്ങൾ ഏത് റിസോർട്ടുകാർക്കാണ് ഈ ഗവൺമെന്റ് കൂട്ടി നിൽക്കുന്നത്? മുണ്ടക്കായി ജനവാസമല്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇനി പോയി നിൽക്കാന്ന് ഏത് റിസോർട്ടുകാരാ സംരക്ഷിക്കണേ? ഗവൺമെന്റ് ഏത് റിസോർട്ടുകാരാ ഗവൺമെന്റ് സംരക്ഷിക്കണേ? ഏത് റിസോർട്ടുകാരെ ഗവൺമെന്റ് സംരക്ഷിക്കണേ? മുണ്ടക്കായി ജനവാസം അല്ലാന്ന് പറഞ്ഞതാ. ഇനി അവിടെ പോയി നിൽക്കാന്ന് ഏത് റിസോർട്ടുകാരാ ഗവൺമെന്റ് സംരക്ഷിക്കണേ? ഏത് റിസോർട്ടുകാരെ സംരക്ഷിക്കണേ? സർക്കാരിന് ദുരന്തബാധിതരുടെ പുനരധിവാസം അല്ല ആവശ്യം, റിസോർട്ടുകാരുടെ പുനരധിവാസം അവരുടെ ആവശ്യം. കാരണം പുത്തുമലയിൽ 2019 ഉരുൾപൊട്ടിയതാ, അവിടെ ഇന്നവരെ വൈദ്യുതി നൽകിയിട്ടില്ല. മുണ്ടക്കായിൽ പോസ്റ്റ് വരിക്കുക സർക്കാർ. എന്താ കാരണം? ഈ സർക്കാരിൽ വലിയൊരു ശക്തിക്ക് പങ്കുണ്ട് ഈ റിസോർട്ടായിട്ട് ബന്ധപ്പെട്ട്. മുണ്ടക്കായിൽ ദുരന്തബാധിതരെ സംരക്ഷിക്കാനല്ല സർക്കാർ ശ്രമിക്കുന്നത്, റിസോർട്ടുകാരെ പുനരധിവസിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. നോക്കി നിങ്ങൾ, മുണ്ടക്കായിൽ നടക്കുന്നതാണ്. അട്ടമലയിൽ കേവലം 10-32 കുടുംബങ്ങളേ ഉള്ളൂ. ഈ പാലത്തിന് മാത്രം 35 കോടി രൂപ വേണം. പാലത്തിന് മാത്രം 35 കോടി രൂപ. ആ ആളുകളെയും കൂടി പുനരധിവാസത്തിൽ എന്തുകൊണ്ട് ഗവൺമെന്റ് ഉൾപ്പെടുത്തുന്നില്ല? ഈ മഴക്കാലമായ ഈ ബെയിലി പാലം എടുത്തു പോകും. ഈ അട്ടമലക്കാർ എന്ത് ചെയ്യും? പടവെട്ടിക്കുന്നുകാരി. ഇവര് ഈ പണം ഉപയോഗിച്ചുകൊണ്ട് മറ്റു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഈ പുനരധിവസിപ്പിക്കേണ്ട ആളുകളെ പടവെട്ടിക്കുന്നുകാർക്ക് ശ്മശാനത്ത് കൂടെ പോകേണ്ടത്. നിങ്ങളറിയോ? അവരുടെ ബാക്കിയുള്ളവർ മരിച്ചുപോയ അവരുടെ മേലെ കൂടെ ചവിട്ടിയിട്ട് വേണം പടവെട്ടിക്കുന്നവർ പോകാൻ. അട്ടമലക്കാരുടെ സ്ഥിതി എന്താ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇങ്ങനെയുള്ള ഭയപ്പെട്ട് ഞങ്ങൾ പണ്ടൊക്കെ മുണ്ടക്കായിൽ ദുരന്തം ഉണ്ടായ സമയത്ത് എന്താ സംഭവിച്ചത് നിങ്ങളറിയോ? മുണ്ടക്കായിലെ ദുരന്തം എന്റെ വീടിന് 1/2 കിലോമീറ്റർ അപ്പുറം ഉണ്ടായിരുന്നത്. ഇപ്പൊ എന്റെ വീട്ടിലാ വന്നത്. ഇതുപോലെ തന്നെ പടവെട്ടിക്കുന്നവരുമുണ്ട് അട്ടമലക്കാരൊക്കെ. ഞങ്ങൾ കൂടുതലും ഞങ്ങൾ സമരം നടത്തി ആര് തടഞ്ഞാലും ഞങ്ങൾക്ക് എല്ലാം പോയ ആളുകളാ. മുണ്ടക്കായിൽ താമസിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞതാ. ഇനി രണ്ടാമത് റിസോർട്ടുകാർക്ക് വേണ്ടി കുട പിടിക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ ആളുകളുണ്ട്. അത് ഞങ്ങൾ സമ്മതിക്കൂല, ഒരിക്കലും സമ്മതിക്കൂല. 5 സെന്റ് ഭൂമിയുണ്ട് എനിക്ക്, 6 സെന്റ് ഭൂമിയുണ്ട്. ഇന്ന് വരെ വീടുണ്ട്, സ്ഥലമുണ്ട്, എല്ലാം ഒളിച്ചു പോയി. ഇന്ന് വരെ ആ ലിസ്റ്റിൽ വരാത്ത ആളാ. 5 സെന്റ് 10 സെന്റും പിന്നെ കിണർ കുത്തിയ ആളുകൾ എന്ത് ചെയ്യും? ഈ ഇന്ത്യ രാജ്യത്ത് 5 സെന്റ് സ്ഥലമല്ല നമുക്ക്. ഗവൺമെന്റ് എന്താ നമുക്ക് തരുന്നത്? കൃഷിഭവനിൽ കയറി ഇറങ്ങാത്ത ദിവസങ്ങളില്ല ഞങ്ങള്.
ഇത് ആരൊക്കെ ഞങ്ങൾ പറയാ, പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും പരാജയമാണ്. മുണ്ടക്കായിൽ കറണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. മുണ്ടക്കായിൽ കറണ്ട് വലിക്കുന്നുണ്ട്. അല്ലാണ്ട് ഇത്രയും ജനങ്ങൾ മുണ്ടക്കായിൽ ചൂരൽമലയിൽ വന്ന് താമസിക്കാൻ വേണ്ടി സർക്കാർ പറയുന്നുണ്ട്. സർക്കാർ പറയുന്നുണ്ടെങ്കിൽ ഉരുൾപൊട്ടിയ അന്ന് മുതൽ മുഖ്യമന്ത്രിക്ക്, കലക്ടർക്ക്, പ്രധാനമന്ത്രിക്ക്, MLAക്ക് ഈ കൊടുത്ത ലിസ്റ്റുകളാണ് 10-12. ആരാന്റെ 8 ക്ലാസ് കഴിഞ്ഞിട്ട് 10 ഉറുപ്പ്യ കിട്ടിയിട്ട് അതിന്റെ പൈസ പോട്ടസാരി എടുത്തിട്ട് ഓരോ ആൾക്കാരുടെ കയ്യിലും കൊടുത്തിട്ട് ഇന്ന് വരെ ഇവിടെ വരുന്ന ഇത്രയും ആയിരക്കണക്കിന് ജനങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ ഈ ടൗണിൽ താൽക്കാലികമായിട്ട് ഒരു കറണ്ട് തരുന്നതല്ല കയ്യും കാലും പിടിച്ച് ഇന്ന് വരെ കിട്ടിയില്ല. ഈ പേപ്പറുകളാണ് ഈ കിടക്കുന്നത്, ഓരോരുത്തർക്കും കൊടുത്തത്. അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങള് ഈ നാട്ടിലെ പ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാരെ കാര്യങ്ങൾ മുഖ്യമന്ത്രിയായാലും പ്രതിനിധികളായാലും കാര്യമായി കണക്കിലെടുത്തുകൊണ്ട് ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണമെന്നാണ് ബഹുമാനപ്പെട്ട എല്ലാവരോടും, മുഖ്യമന്ത്രിയോടും പ്രധാനമന്ത്രിയോടും MLAനോടും പ്രതിനിധികളോടും ഈ പറഞ്ഞ ഏമാനമായ പോലീസുകാരോടും ഞങ്ങളോട് പറയണേ, ഞങ്ങളെ മൗലിക അവകാശങ്ങളാണ്. ഞങ്ങൾ മൗലിക അവകാശങ്ങൾ നേടുന്നത് വരെ ഞങ്ങൾ ജീവൻ കൊടുത്ത് ഞങ്ങളിവിടെ പോരാടുക തന്നെ ചെയ്യും. ഈ ബിൽഡിംഗ് ഇന്ന് വരെ ഒറ്റ ബിൽഡിങ്ങിൽ പോലും കറണ്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. കാരണം ഇതുകൊണ്ട് ഓരോ വ്യക്തികൾക്കും കൊടുത്ത കറണ്ടുകളാണ് ഞങ്ങള്. അപ്പൊ ഞങ്ങൾക്ക് താൽക്കാലികമായി ജീവിക്കാൻ ഒരു കറണ്ട് വേണം. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. താൽക്കാലികമായിട്ട് ഓരോ സ്ഥലത്തുനിന്നും ഞങ്ങൾക്ക് അതാണ് പറയാനുള്ളത്. മനുഷ്യനാണിത്. എന്തെങ്കിലും കിട്ടിയോ നഷ്ടപരിഹാരം? എനിക്ക് 2 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു. 4 കടമുറി ഉണ്ടായി, വീടുണ്ടായി, എല്ലാം ഉണ്ടായിട്ടും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഗവൺമെന്റ് ചെയ്തു കൊടുക്കുന്നില്ല എന്നുള്ള ഒരു വിഷമമാണ് എനിക്കുള്ളത്. ലിസ്റ്റ് വീടിന്റെ സ്ഥലത്ത് ഉണ്ട്. പക്ഷെ ഈ ചൂരമല ടൗണിനെ പറ്റി ഒരു കാര്യവും ഗവൺമെന്റ് തീരുമാനിക്കില്ല. സ്ഥലത്തിനെ പറ്റി പറഞ്ഞപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കേണ്ടെന്ന് പറഞ്ഞു. എത്രയോ ജനങ്ങൾക്ക് ഒരു സ്ഥലമുണ്ട്, അതിനെപ്പറ്റി സംസാരിക്കേണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ആരോടാ പറയുക? ഞങ്ങൾ ഈ ബുദ്ധിമുട്ട് ആരോട് പറഞ്ഞു? ഞങ്ങൾക്ക് പോട്ടെ, എന്റെ കാര്യം മാത്രമല്ല, ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വീടിന് വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ അവർ ചെയ്തു തരുന്നില്ല. ഞങ്ങളതൊക്കെ മാറി താമസിക്കാനാ പറയുന്നത്. 15,000 രൂപ കൊടുക്കാനാ പറയുന്നത്. ഞങ്ങൾ എന്ത് ചെയ്യും? ഈ 3 വാർഡിൽ ഞങ്ങൾ എന്ത് ചെയ്യും? വേണ്ടിയിട്ട് പൊതുജനങ്ങളെ കൊടുത്ത് 800 കോടി രൂപയുണ്ട്. ഇത് സർക്കാരിന് പെട്ടിയിൽ വെച്ചിട്ട് അടയിരിക്കാനുള്ളതല്ല. ഇത് സർക്കാരിന് അവകാശപ്പെട്ട പൈസയല്ല. ഞങ്ങൾക്ക് 3 വാർഡുകാർക്കും കൂടെ അവകാശപ്പെട്ട പൈസ. ഇത് അവരെന്തിന് പെട്ടിയിൽ വെച്ച് നേരം വഹിക്കുന്നു? ആരുടെ താല്പര്യപ്രകാരമാണിത്? അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഞങ്ങളുടെ പണമാണത്. അതിൽ സർക്കാരിന് അവകാശമില്ല. ഞങ്ങളുടെ പണമാണ്. കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഞങ്ങൾ ഇതൊരു സമരം വെറും സൂചന മാത്രമാണ്. ഇത് ഞങ്ങൾ തുടർ സമരം നടത്തിക്കൊണ്ടേയിരിക്കും. ഈ സർക്കാർ കണ്ണ് തുറക്കുന്നത് വരെ ഞങ്ങൾ സമരം നടത്തും. ഇതുകൊണ്ട് അവസാനിക്കുന്നൊന്നും ഈ ഗവൺമെന്റോ അധികാരികളോ വിചാരിക്കണ്ട. ഇപ്പൊ അപ്പുറം കടത്താൻ വിട്ടിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് അപ്പുറം കിടക്കേണ്ട വഴി ഏതാന്നൊക്കെ ഞങ്ങൾക്കറിയാം. ഈ നാട്ടിൽ ജനിച്ചു വളർന്ന് ഞങ്ങൾക്കറിയാം അങ്ങോട്ട് കിടക്കേണ്ടത് ഏത് വഴിക്കാന്നൊക്കെ. അത് ഞങ്ങളെ കൊണ്ട് വെറുതെ പ്രകോപനം ഉണ്ടാക്കിക്കരുത്. ഞങ്ങൾ ഇതൊരു തുടർ സമരമായിട്ട് തന്നെ മുന്നോട്ട് പോകും. അത് എത്ര സർക്കാർ എന്തെല്ലാം മിഷനറി ഉപയോഗിച്ച് തടഞ്ഞാലും ഞങ്ങളെ തടയാൻ കഴിയില്ല. കാരണം ഞങ്ങൾ പെരുവഴിയിൽ നിൽക്കുന്ന ആളുകളാണ്. ഞങ്ങൾക്കിനി മേലോട്ടും കീഴോട്ടും നോക്കാനൊന്നുമില്ല. ഓക്കെ, പെട്ടെന്ന് ഞങ്ങൾക്ക് ടൗണിലേക്ക് ഒരു കറണ്ട്, എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഒരു ഉപജീവനത്തിന് വേണ്ടി ജീവിക്കാനുള്ള ഒരു മാർഗ്ഗങ്ങൾ ഞങ്ങൾക്ക് കണ്ടെത്തണം. അപ്പൊ അതിന്റെ പേരിൽ ഇത്രയും ബിൽഡിങ്ങുകളും ഇതും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ വൈദ്യുതി ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ എത്രയും പെട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഞങ്ങൾക്ക് ഒരു വൈദ്യുതി, വരുന്നവർക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാനോ വരാനോ പുനർജീവിതം വേണമെന്ന് പറയുന്നുണ്ട്. എല്ലാവർക്കും ഞങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പുറത്തുനിന്ന് വരുന്നവർക്ക് ഉദ്യോഗസ്ഥന്മാരായാലും മറ്റുള്ളവരായാലും ആർക്കായാലും ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആ വൈദ്യുതി കിട്ടിയാൽ പറ്റും. വൈദ്യുതി വെള്ളമില്ലാതെ എൻ്റെ വീട്ടിൽ 10 ആൾക്കാരുണ്ട്. എനിക്ക് അതിൽ നിന്ന് കിട്ടിയിട്ട് വേണോ? ഞാൻ 10-35 വർഷങ്ങളായിട്ട് ഇവിടെ നിൽക്കുന്ന ഈ ബിൽഡിങ്ങിന്റെ ഓരോ ആൾക്കാരും കാരണം അധ്വാനിച്ചിട്ടുണ്ടാക്കിയ മുതലുകളാണ്. ബിൽഡിംഗ് നഷ്ടപ്പെടാത്തവർക്കൊക്കെ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് വൈദ്യുതി കൊടുക്കണമെന്നാണ് വിനീതമായിട്ട് ഉദ്യോഗസ്ഥന്മാരോട് പറയാനുള്ളത്. 7 മാസമായി സാറേ, ഇതുവരെയായിട്ട് ഒരു വീടിന്റെ ഒരു പരിപാടി തുടങ്ങിയിട്ടില്ല. ആരെങ്കിലും ഒരാളെ വിളിച്ചു കൂട്ടിയിട്ടാലും ഒരു വീട് നോക്കണ്ടേ? ഒരു വീടൊക്കെ തരാന്ന് പറഞ്ഞ ആളുണ്ടല്ലോ ഈ നാട്ടിൽ. ഒരു വീട് കൊടുക്കാന്ന് പറഞ്ഞ ആളുണ്ട്, 100 വീട് കൊടുക്കാന്ന് പറഞ്ഞ ആളുണ്ട്. ഈ പൈസ പാടെ വാങ്ങി വെച്ചുകൊണ്ട് നിന്നിട്ട് എന്താ കാര്യം പറയും? അല്ലെങ്കിൽ പൈസ കൊടുക്കുക, അല്ലെങ്കിൽ ആ വീട് ഒന്ന് കെട്ടിത്തരിക, അല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾ പോയി ജീവിച്ചോളും ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങൾ പോയി ജീവിക്കില്ല എന്നതിൽ പറയില്ല. ഏതായാലും ഇതിന് വലിയൊരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇനി
അടുത്തൊരു ഉരുൾ പോലെയാണ് ഞങ്ങളെ തലന്റെ മേലെ ഞങ്ങളെ കടങ്ങൾ നിൽക്കുന്നത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. എന്താ പറയുക, ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. ഞങ്ങളെ കടങ്ങള് ഇനി പൊട്ടാൻ പോകുന്ന ഒരു ഉരുൾ പോലെയാണ് ഞങ്ങളെ തലന്റെ മേലെ, ഞങ്ങളെല്ലാവരും തലന്റെ മേലെ നിൽക്കുന്നത്. അത് നിങ്ങൾ ആ ഉരുൾ ചിലപ്പോൾ ഓരോ ആത്മഹത്യകളായിട്ടായിരിക്കും സർക്കാരിന് മുന്നിൽ വരിക. എന്താ വെച്ചാൽ ഞങ്ങളിത് മുഴുവൻ നഷ്ടപ്പെട്ടു. ഈ നഷ്ടപ്പെട്ടത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, വീടും കാര്യങ്ങളും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെ കടങ്ങൾ ഈ ബാങ്കിൽ. അത് തുച്ഛമായ കടങ്ങളുള്ളൂ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, കുറച്ച് കോടി ഉറുപ്പികൾ മതി ഞങ്ങളെ കടങ്ങൾ. അടുത്തൊരു ഉരുളാണ് ഞങ്ങളെ തലന്റെ മേലെ നിൽക്കുന്നത്. സർക്കാർ ഓർത്തിരിക്കുന്നതെന്നല്ല, ആ ഉരുള് ആത്മഹത്യകളായിട്ടായിരിക്കും നിങ്ങളെ മുന്നിലൊക്കെ വരിക. എന്ന് വെച്ചാൽ ഞങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയ ആൾക്കാരാണ്. 92 ഗൾഫിൽ പോയി 32 വർഷം മൊത്തം പോയതാണ് ഞങ്ങളതൊക്കെ. ഒന്നുമില്ല ഇപ്പൊ തെരുവ് തെണ്ടിയായിട്ട് നടക്കുക. തറവാടടക്കം, എന്റെ തറവാടടക്കം മൊത്തം പോയതാ. എല്ലാം 26 ആള് പോയി ഞങ്ങളെ ഫാമിലിയിൽ. ഒരു ആനുകൂല്യവും ഇതുവരെ കിട്ടിയിട്ടില്ല. എന്താ ചെയ്യാ, അത് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഞങ്ങളെ പുനഃസ്ഥാപിക്കുക. ഒരു ഭയങ്കര വിഷമാണ്, വിഷമത്തോടെ. ഇത് എന്താ അറിയോ, 2 കൂട്ടര്, ഏത് 26 പേര് അവകാശികളില്ലാത്തോണ്ടാണ്. എന്റെ അനിയനും ഒക്കെ പോയതാണ്. അവന്റെ ഭാര്യ, മക്കള് അവകാശികളുണ്ട്. ഏട്ടനേന്മാരുണ്ട്. വീട് 2 പ്രാവശ്യം ലിസ്റ്റിൽ പേര് വന്നതാ. പിന്നെ ബാക്കിയുള്ളതിലേക്ക് പോയി കളക്ടറിന് 92 പോയിട്ട് ഈ കഴിഞ്ഞ ഉരുൾപൊട്ടലിന് ആ ഇതിലാണ് 30-ാം തീയതിയാണ് ഞാൻ ക്യാൻസലാക്കി പോകുന്നത്. അല്ല, ഇവര് അവകാശികളില്ല എന്ന് പറയുന്നത്, അവകാശികളില്ല എന്നല്ല അതിന്റെ അർത്ഥം. സർക്കാരിന്റെ കണക്കിൽ അവകാശികളില്ല. സർക്കാർ പറയുന്ന കണക്കിൽ ഇവന്റെ തറവാട് വീട് പോയതാ. 32 കൊല്ലം ഗൾഫിൽ മൊത്തം പോയതാ. ഇതുവരായിട്ട് ഒരു വീട് പോലും. സർക്കാരും കണക്കാ, പ്രതിപക്ഷവും കണക്കാണ്. പ്രതിപക്ഷവും ഉണ്ടല്ല. സർക്കാരിന്റെ അടുത്ത് പ്രതിപക്ഷം എന്തെങ്കിലും പറയണ്ടേ, ഇത് ചെയ്തു കൊടുക്കണം എന്ന് പറയണ്ടേ? ഇവര് അതും ഉണ്ടണില്ല. 2 കൂട്ടരും കണക്കാ. ആരോടാ പറയാ? ഇപ്പൊ ഞങ്ങളിപ്പോ മുണ്ടക്കായിക്ക് പോണ്ടെന്ന് പറയണ്ടല്ലോ, പോണ്ടെന്ന് പറയണില്ലേ? ഈ പോലീസുകാർ തടഞ്ഞില്ലേ? ആ തടഞ്ഞ് ഞങ്ങൾക്ക് അവിടെ പോയി താമസിക്കാന്നാണ് പറഞ്ഞിട്ടാണ് മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. കുറച്ച് ആൾക്കാർക്ക് വാശോട്ട് ആളുകൾക്ക് കുറ്റിയടിച്ചതിന്റെ ഇപ്പുറത്ത് പോയി നിക്കാന്ന് പറഞ്ഞാ ഞങ്ങൾ പോയി നിക്കാണ്. നമുക്ക് വാടക കൊടുക്കാൻ പൈസ ഇല്ല, ഞങ്ങളവിടെ പോയി നിക്കാണ്. എന്നോട് പോയി നിക്കാൻ പറഞ്ഞതാ. അപ്പൊ എന്തുകൊണ്ട് തടയണേ? അതൊരു കാരണം പറയട്ടെ. ഈ പറഞ്ഞ ഈ പോലീസ് എമ്മമാർ അത് പറയട്ടെ. എന്നോട് പോയി നിക്കാൻ പറഞ്ഞതാ. എന്റെ പേര് സഹതന. നമ്മളെ തറവാട് പോയി, വീട് പോയി, സ്ഥലം പോയി, അമ്മ പോയി, ഏട്ടൻ പോയി, മക്കൾ പോയി, എല്ലാവരും പോയ ആളുകളാ. നമുക്ക് തടഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അവർക്ക് വേണ്ടി ബലി കൊടുക്കാൻ ഞാൻ തയ്യാറാ. ഈ പറഞ്ഞ സാധനം തയ്യാറാ. ഗവൺമെന്റ് പറഞ്ഞല്ലോ ഈ കുറ്റിന്റെ അപ്പുറപ്പുറമുള്ള ആൾ പോയി നിൽക്കാന്ന്. ഞാൻ പോയി നിൽക്കാണ്. ഇന്ന് എന്തുകൊണ്ട് തടഞ്ഞ്? അല്ലെ എനിക്ക് നാളെ വീട് പ്രഖ്യാപിക്കണം എന്റെ പേരില്. എന്നാൽ മാത്രമേ ഈ പോലീസ് അമ്മമാർക്ക് തടയാൻ പറ്റുള്ളൂ. എല്ലാം ക്ഷമ ഒരു പരിധിയുണ്ട്. ആ പരിധി വിട്ടാൽ പലതും ചെയ്യും. അവർക്ക് വേണ്ടി ബലി കൊടുക്കാൻ ഞാൻ തയ്യാറാ. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലല്ല. ഇതിൽ ഒരുപാട് എന്താ വെച്ച് കഴിഞ്ഞാല്, നമ്മൾ TV വാർത്തകളിലൊക്കെ കേരള ജനത എന്താ മനസ്സിലാക്കുന്ന അറിയോ? സർക്കാർ ഈ പാവപ്പെട്ട ജനതയ്ക്ക് വേണ്ടിയിട്ട് അകമണി സഹായിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. രാജമിനിസ്റ്റർ റിപ്പോർട്ട് വായിച്ചു കഴിഞ്ഞാൽ ഏതൊരു കേരള ജനത മനസ്സിലാക്കും, ഇങ്ങനെ ചേർത്ത് നിർത്തുന്ന ഒരു സർക്കാർ ആരും മനസ്സിലാക്കി പോകും. പക്ഷെ ഇത് യാഥാർത്ഥ്യം. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കോടിക്കണക്കിന് ഖജനാവിൽ കൊടുത്ത കേരള ജനത ഉണ്ട്. അവർ മനസ്സിലാക്കണം, ഞങ്ങളെ ശരിക്ക് കഷ്ടപ്പെടുത്ത സർക്കാർ. ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇവിടെ. ഒരു വീടോ 5 സെന്റ് സ്ഥലം 10 സെന്റ് സ്ഥലം കൊണ്ട് ഇവിടെ തീരെ പ്രശ്നങ്ങളല്ല ഇവിടെ ഉള്ളത്. ഒരുപാട് ഈ ചൂർമ ടൗൺ മാത്രം എടുക്കുക. ഇതൊക്കെ ഒരുപാട് വർഷം ഗൾഫിൽ പോയി കഷ്ടപ്പെട്ടിട്ട് ഒരു ബിൽഡിംഗ് വെച്ചിട്ട് അതിന്റെ റെന്റ് കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഈ നാട്ടിൽ. അവർ അഡ്രസ് അല്ല ഇവിടെ, കറണ്ടില്ല. അവർ ആ ബിൽഡിംഗ് ഓണേഴ്സിന് നാളെ ജീവിക്കാൻ എന്താ വഴി എന്നുള്ളൊരു അഡ്രസ് ഇല്ല. അങ്ങനെ പല പല പ്രശ്നങ്ങൾ. ഇത് കാര്യങ്ങളൊന്നും പറയാനില്ല. ഒരു ജോൺ മത്തായും വേണ്ട, ഒരു പഠിച്ച ശാസ്ത്രജ്ഞനും ഒന്നും വേണ്ട. ഇവിടെ 3 മെമ്പർമാരില്ലേ, 10, 11, 12 വാർഡിൽ 3 മെമ്പർമാരുണ്ട്. ഇവിടുത്തെ ജനങ്ങൾ വോട്ട് ചെയ്യിപ്പിച്ച ജനങ്ങൾ, ഇവിടുത്തെ മെമ്പർമാര്, അതായത് ഈ നാട്ടിൽ താമസിക്കുന്ന മെമ്പർമാരാ. ഇവർക്കറിയാം ഏതൊക്കെ ഭാഗം ഡേഞ്ചർ എന്ന്. തീർത്ത് പറയാൻ നമുക്ക് സ്കൂൾ റോഡ് മുഴുവൻ വാസയോഗ്യമല്ല, മുണ്ടക്കായി അട്ടമല വാസയോഗ്യമല്ല. അതേപോലെ ഈ പുതിയ വില്ലേജ് റോഡ്, ഈ ടൗണിന്റെ ഭാഗങ്ങളൊന്നും വാസയോഗ്യമല്ല. ഇതിനാരും കൊണ്ടുവരണ്ടാന്ന്. ഈ സ്കൂൾ റോഡിന് ചുരുക്കി ഞാൻ പറയാം, ഈ സ്കൂൾ റോഡ് നിങ്ങൾ പോയ ഭാഗങ്ങളായിരിക്കും 2-2.5 കിലോമീറ്ററോളം വാസയോഗ്യമല്ല.
അതായത് അവിടെ ഇനിയിപ്പോൾ ഒരു ഇലക്ട്രിസിറ്റിയോ ഒരു വീടോ ഒരു സ്ഥാപനം ഒന്നും അവിടെ വരാൻ കഴിയില്ല. 100% വാഷ് ഔട്ട്. 2.5 കിലോമീറ്റർ. അതിന്റെ മേലോട്ട് 10-30 വീടുണ്ട്. അവിടെ പോയി ജീവിക്കണം എന്ന് പറയുമ്പോൾ അരി ഭക്ഷണം കഴിക്കുന്നവർ ചിന്തിക്കൂലേ? ഈ പിഞ്ചു മക്കള് ഇവിടെ വിദ്യാലയമല്ല, മേപ്പാടി കൽപ്പന പോയി പഠിക്കുന്ന മക്കള് ഇവിടെ ടൗണിൽ ഇറങ്ങിയിട്ട് 7 മണിക്ക് മേലോട്ട് വരണം. ഈ 3 കിലോമീറ്റർ ഫോറസ്റ്റ്. ചൂരൽമലയിൽ വലിയ ജനരോഷമാണ്. ദുരന്തബാധിതർ പരാതികൾ ഒന്നൊന്നായി മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് പറയുകയാണ്. വലിയ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് അവർ. സമരം തുടരുക തന്നെ ചെയ്യും എന്നാണ് പറയുന്നത്. സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ കരട് പട്ടികകളിൽ ക്രമക്കേടുണ്ട് എന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. പുനരധിവാസത്തിൽ കാര്യമായ പാളിച്ചകളുണ്ട്, അതിനുവേണ്ടിയുള്ള നടപടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് അവരുടെ പരാതി. ദുരന്തമുണ്ടായി 7 മാസം പിന്നിട്ടിട്ടും പുനരധിവാസ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നു എന്നുള്ള പരാതിയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ കുടിൽ കെട്ടി സമരവുമായും ഉപവാസ സമരവുമായും ഒക്കെ മുന്നോട്ടു പോകും എന്നുള്ള ശക്തമായ മുന്നറിയിപ്പാണ് സർക്കാരിന് നൽകുന്നത് ദുരന്തബാധിതർ.